ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് എൻ്റെ കൂടെ ആരാ നോക്കൂ, മോനു സോനു. സേ ഹായ്. ഹായ്. ഓ ഗോഡ്, യു അഗൈൻ? വീണ്ടും നിങ്ങളോ? ഇവര് 2 ഡേയ്സിന് വേണ്ടിട്ട് ഇന്നലെ വന്നതാണ് കേട്ടോ. സോ ഇന്ന് ഇവനിവിടെ ഒരാഴ്ച കാണുമെന്ന് പറഞ്ഞു. സോനുവിന് ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ സോനുവിന് നാട്ടിൽ പോണം. ഇവിടെ എന്റെ മൊണാലിസ ഉണ്ട്. മൊണാലിസ കട്ട ഫോട്ടോഷൂട്ടിലാണ്. സോ ഇന്ന് നമ്മളെവിടെ പോവാ? യെസ്. അപ്പൊ ഞങ്ങൾക്ക് ഇന്നൊരു ചിന്ന ഷോപ്പിംഗ് ഉണ്ട്. അപ്പോൾ ഈ ഒരു വ്ളോഗ് ഇന്നും നാളത്തെയും കൂടെ ചേർത്ത് ഒരു ഒറ്റ വ്ളോഗായിട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. നമ്മുടെ ചാനൽ പുതിയ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ ദ സപ്പോർട്ട്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം. അതേപോലെ എൻ്റെ പേരറിയാത്തവർക്ക്, എൻ്റെ പേരെന്താണ്? മനീഷ മോഹൻ. അയ്യോ, എൻ്റെ പേര് മനീഷ. അപ്പോൾ നമ്മൾ ഇന്ന് ലുലു പോവാണ്. കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് നേരം 2 ദിവസം ഫാമിലി ആയിട്ടുള്ള ഒരു ചെറിയ നല്ല ഗുഡ് മൊമെൻറ്റ്സ് ഒക്കെ ആയിരിക്കും ഞാൻ ക്യാപ്ചർ ചെയ്യുക. യെസ്. സോ എൻ്റെ ഔട്ട്ഫിറ്റ് ഞാൻ കാണിച്ചു തരാം. എൻ്റെ ഔട്ട്ഫിറ്റ് കാണിച്ചോളൂ. എൻ്റെ ഔട്ട്ഫിറ്റ് ആയിരിക്കും കാണിച്ചോളൂ. നേരെ എനിക്ക് ഇവിടുന്ന് കാണാൻ പറ്റത്തില്ല. ഇതാണ് എന്റെ ഇന്നത്തെ ഔട്ട്ഫിറ്റ്. ഈ ഡ്രസ് എവിടുന്നാണ്? സൂപ്പർ ഡ്രൈ. ഞാൻ കുറെ ആഗ്രഹിച്ച് കുറെ നാളത്തെ എൻ്റെ ആഗ്രഹമായിരുന്നു കേട്ടോ, എനിക്ക് സൂപ്പർ ഡ്രൈ എന്നൊരു ഡ്രസ്സ് വേണമെന്ന്. അങ്ങനെ ഞാൻ ആഗ്രഹിച്ച് മേടിച്ച ഒരു മിഡി ഡ്രസ്സാണ്. യെസ്. അപ്പോൾ നമ്മൾ ഇന്ന് പോവാണ് അമ്മ. അപ്പോൾ യെസ്, നമ്മുടെ മദാലിസ ശുണ്ടറി. പക്ഷെ ബ്രൂട്ടീഷും മാത്രം ഞാൻ ചെയ്യാറില്ല, ഇതുവരെയും ചെയ്തിട്ടില്ല. കാരണം ജനിച്ചപ്പോ കാരണന്മാർക്ക് നല്ല ഭംഗിയുണ്ട്, കോലമുണ്ട്. അപ്പോൾ യെസ്, നമുക്ക് അതിനിടെ നിങ്ങൾക്ക് ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം. അത് നിങ്ങൾക്ക് എന്താണെന്ന് അറിയാം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗസ് ചെയ്യും. ഷോന എന്ന് കാണിച്ചേ, ഇതെന്താ എന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം. ഓക്കെ? ഞാനൊരു കടി അടിച്ചോട്ടെ. എന്താ സ്പ്രേ വേണോ? കുമാരിക്ക് സ്പ്രേ അടിച്ചു കൊടുക്കാം. കൈയുടെ തൊലി. എടാ ലെൻസിന് ഫോക്കാൻ പറഞ്ഞു കുമാർ. ഗൈസ്, ഈ പെർഫ്യൂം ലെൻസിന്റെ അടുത്തല്ലേ വരലിരിക്കുന്നത്? അല്ല. ഓക്കെ, ഈ പെർഫ്യൂം നല്ലതാണ് കേട്ടോ. ഈ ബാധയുടെ മോനും സോനും എല്ലാരും ഇതായിരുന്നു അടിച്ച. പേടിക്കുന്നത് നിങ്ങൾ അടിക്കുക സ്ത്രീയെ. നിങ്ങൾ അടിച്ചിട്ട് പോയാ മാണാക്കണ്ട അങ്ങോട്ട്. എന്താടാ ഇല്ലേ? ആടാ ചുണ്ടേം ക്യാമറമാൻ ആരാന്നറിയോ? ക്യാമറമാൻ ദി ഒഫീഷ്യൽ സോനു. ഞാൻ കാണിക്കാം. ഇതാണ് ക്യാമറമാൻ സോനു. ചായിരുന്നു സാധാരണ. ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ മെത്തയുണ്ട്, നേരത്തെ നിങ്ങൾ കണ്ടത്. കാരണം എന്താ മോനുസേ? കാരണം ഈ നമ്മുടെ ഫ്ലാറ്റിൽ ഒരു മുറിയിൽ AC ഉള്ളു കേട്ടോ. സോ ഒരു മുറിക്കകത്താണ് ഞങ്ങൾ 4 പേരും കൂടെ കിടക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് 4 പേർക്ക് വിശാലമായിട്ട് കിടക്കണം. അതുകൊണ്ട് തന്നെ ഈ ഒരു ബെഡിൽ ഞങ്ങൾക്ക് 4 പേർക്കും കൂടെ കിടക്കാൻ പറ്റില്ല. സോ ഞങ്ങൾ മെത്തയൊക്കെ ഇട്ട് ഞങ്ങൾ കിടക്കുന്നത് അല്ലേ. ഞാൻ വേറെ റൂമിലാണ് പോയി കിടന്ന. ഇന്നലെ ഇവന് തണുപ്പ് കൂടിയിട്ട് ഇവൻ രാത്രി എണീറ്റ് വേറെ മുറി പോയി കിടന്നു. എന്നാൽ നിനക്ക് എന്നെ വിളിച്ചുകൂടായിരുന്നു മോനുസേ? ലൈറ്റ് ഓഫ് ചെയ്തേ. എന്നെ ആര്? അപ്പൊ നമുക്ക് ഇറങ്ങാം. ട്രയൽ ചെയ്യുന്നോ? പോസ്റ്റാണോ? വീട് കണ്ട് ഞാനും ഒരു കടി അടിക്കും. അപ്പം അവൻ്റെ കൊച്ചിന് വിഷമം. അവന് സ്കൂളും തുറന്ന് ഇവിടെ നിൽക്കാനും പറ്റുന്നില്ല. പക്ഷെ കുഴപ്പമില്ല, അടുത്ത ആഴ്ച അങ്ങോട്ട് വരുന്നുണ്ട് കുറച്ച് ദിവസത്തേക്ക്.
പാവം ഇങ്ങനെ പറയുകയാണെങ്കിൽ അവന് നല്ല വിഷമമുണ്ട് കേട്ടോ. സോനുവിനാണെങ്കിൽ ക്ലാസ് ഉണ്ട്, അവൻ 7th മോനൂസിന് 11th അതുകൊണ്ട് അവന് നെക്സ്റ്റ് മന്തേ ക്ലാസ് തുടങ്ങുള്ളൂ. അപ്പോൾ സോനുവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ വിഷമിക്കേണ്ട, ഓണത്തിന് ചിറ്റ വെക്കേഷന് ഇനി കൊണ്ടുവരാം, കൊച്ചിയിൽ കൊണ്ടുവരാം, കുറച്ച് ദിവസം നിർത്താമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവനെ ആശ്വസിപ്പിച്ചു. മോനൂസിനാണെങ്കിൽ സൂപ്പർ ബാഗ് ജീൻസുകൾ കുറേ ആയിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. എങ്ങും കിട്ടുന്നുണ്ടായിരുന്നില്ല. ലുലുവിൽ നോക്കി, ലുലുവിൽ കിട്ടില്ല. അവസാനം കുമാരി അമ്മയ്ക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് ഇയറിങ്സ് എവിടെ കണ്ടാലും അമ്മ അവിടെ കാണും. നമ്മളിപ്പോൾ ഇത് കാഷ്വലായിട്ട് എവിടെയെങ്കിലും നടന്നു ഈ സ്ട്രീറ്റിലൊക്കെ ഇയറിങ്സ് വിൽക്കുന്നുണ്ട്, അമ്മ കയറി നോക്കും. കാരണം അമ്മയ്ക്ക് ഈ കമ്മലിങ്ങനെ നോക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ചിലപ്പോഴേ എടുക്കാറുള്ളൂ, എന്നാലും നോക്കാനും അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിനിടയിൽ ഞാൻ ഈ ക്ലിപ്സ് നോക്കി കേട്ടോ. ഈ ക്ലിപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്നു, പൊട്ടിപ്പോയി. പക്ഷേ ഞാൻ നോക്കിയെന്നേ ഉള്ളൂ, വാങ്ങിയില്ല. അത് കഴിഞ്ഞപ്പോൾ സോനുവിനാണെങ്കിൽ ഷൂ മേടിക്കണമായിരുന്നു. കുറേ ഷൂ നോക്കുന്നുണ്ടായിരുന്നു. അവസാനം അവന് ഈ ഒരു ഷൂ അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കുമാരി തുണി എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മളിവിടെ പോസ്റ്റായി കട്ട പോസ്റ്റ് ഒരു നൈറ്റ് എടുക്കാൻ വന്ന ഫാഷൻ സ്റ്റോറിൽ. അമ്മ അങ്ങനെ കുറേ നൈറ്റ് നോക്കി, കുറേ ട്രയൽ ചെയ്തതിന് ശേഷം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ കഫ്താൻ നൈറ്റ് എനിക്ക് അമ്മ ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എന്തോ അമ്മയുടെ കയ്യിലുണ്ടായിരുന്നു, അമ്മ ഇപ്പോൾ കംഫർട്ടബിൾ അല്ല. അങ്ങനെ കുറേ നൈറ്റ് ട്രയൽ ചെയ്തിട്ട് അമ്മ നൈറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അമ്മയ്ക്ക് വേറെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ നേരെ പോയത് ഫുഡ് കോർട്ടിലോട്ടായിരുന്നു. ഫുഡ് കോർട്ടിൽ പോയിട്ട് അമ്മയ്ക്കും മോനും സോണിനും ഫലൂഡ വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിച്ചിട്ടില്ല, കാരണം ഞാൻ ഷുഗർ കട്ടാണ്. എനിക്ക് അത്രയും ക്രേവിങ്സ് വരുന്ന സമയത്ത് ഞാൻ പ്രോട്ടീൻ ബാർ എന്തെങ്കിലും കഴിക്കും, അല്ലാതെ ഇപ്പം മാക്സിമം ഞാൻ ഷുഗർ അവോയ്ഡ് ചെയ്യാണ്. ഇന്ന് ഡേ 2 ആണ് കേട്ടോ. ഇന്ന് ഡേ 2 ആണ്. ഇന്നലെ നമ്മൾ കുറേ ഷോപ്പിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസ് സത്യം പറഞ്ഞാൽ പാതിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാനങ്ങ് മറന്നുപോയി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് ക്ലിപ്സ് ഞാൻ അവിടെയൊക്കെ എടുത്തിട്ടുണ്ട്, അതൊക്കെ ഞാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. സോ ഇന്നാണ് നമ്മൾ ഏറ്റുമാനൂർ പോവാണ്. അപ്പോൾ അമ്മ റെഡി ആയിട്ട് നിൽക്കണം, അമ്മയെ ഞാൻ കാണിക്കാം. ഇന്ന് നമ്മൾ ഏറ്റുമാനൂർ പോവുകയാണ്. റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അമ്മയെ അത്യാവശ്യമായിട്ട് കൊച്ചിയിലേക്ക് വിളിച്ചതായിരുന്നു കേട്ടോ. ഫ്രൈഡേ അല്ലേ, സാറ്റർഡേ നൈറ്റ് ഞാൻ അമ്മ അത്യാവശ്യമായിട്ട് വിളിച്ചതാണ്. കാരണം എനിക്കൊരു മീറ്റിംഗ് ഉണ്ട് ഏറ്റുമാനൂർ. അപ്പോൾ സത്യത്തിൽ ഏറ്റുമാനൂരിൽ മീറ്റിംഗ് അല്ല ഗൈസ്, ഏറ്റുമാനൂരിലെ മീറ്റിംഗ് അല്ല. ഞാൻ ഇവരെ കാണാൻ എനിക്ക് തൊര വന്നിട്ട് ഞാൻ ഇവരെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. പിന്നെ ഇവരെ വിളിച്ച് വരുത്തിയതാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ ഇവരെ വിളിച്ചേ റിയാക്ഷൻ ഇല്ലെന്നുണ്ടെങ്കിൽ അമ്മയെ വിളിച്ചതിൻ്റെ അമ്മ പറയും മോളെ പിന്നെ വരാം എന്നൊക്കെ പറയും. ഇതിലൊക്കെ തിരക്ക് പറയും. അപ്പോൾ എനിക്ക് ഷൂട്ടുണ്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പെട്ടിങ് കിടക്കായിട്ടൊക്കെ വരുമെന്ന് എനിക്കറിയാം എൻ്റെ കൂടെ വരാൻ വേണ്ടിയിട്ട്. സോ എനിക്ക് ഷൂട്ടുണ്ടെന്ന് ഞാൻ ചുമ്മാ കള്ളത്തരം പറഞ്ഞ് വിളിച്ച് വരുത്തിയതാണ്. ബൈ ദ വേ, എന്താ അമ്മ ആലോചിക്കുന്നത്? അമ്മ എന്താ ആലോചിക്കുന്നത്? അപ്പൊ ഇപ്പൊ അമ്മ ചിന്തിക്കുന്നുണ്ടായിരിക്കും നമ്മളിപ്പോ റെഡി ആയിട്ട് അങ്ങോട്ടാ പോന്നേന്ന്. ചിന്തിക്കുന്നുണ്ടോ? ചിന്തിക്കുന്നുണ്ട്. സോനു ചിന്തിക്കുന്നുണ്ടോ? എന്നാ പറ, നമ്മളിപ്പോ എവിടെ പോവാ? നമ്മളിപ്പം പോകുന്ന വഴിക്ക് ഇപ്പം ഉച്ചയായിട്ടുണ്ട്. അപ്പം നമ്മളെല്ലാവരും റെഡിയായി. മോൻസ് താഴെ കാറി പോയിട്ടുണ്ട്. അപ്പം നമ്മൾ വിചാരിച്ചു റെഡി ആയിട്ട് ഇപ്പോൾ പാരഗണിൽ പോയി ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ഒരിടത്ത് പോവുകയാണ്. നമ്മൾ ഏറ്റുമാനൂരിൽ തന്നെ പോവാണ്. അമ്മ കുറേ നാളായിട്ട് പറയുന്നുണ്ട് അമ്മയ്ക്ക് മഹാലക്ഷ്മി സിൽക്സിൽ പോകണം പോകണമെന്ന് അമ്മ കുറേ ആയിട്ട് പറയുന്നു. സത്യം പറഞ്ഞാൽ അമ്മയെ മഹാലക്ഷ്മി സിൽക്സിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ അമ്മ ഇപ്പം വിളിക്കുന്നത്. കാരണം നമുക്ക് വരുന്ന ആഴ്ച ഒരു കല്യാണം ഉണ്ട്. സോ അമ്മയ്ക്കൊരു സാരി എടുക്കണം. അപ്പോൾ അമ്മയ്ക്ക് സാരി എടുക്കണം എന്ന് പറഞ്ഞാൽ അമ്മ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. അമ്മ ഇൻസ്റ്റയിൽ കുറേ റീൽസ് കാണുമ്പോൾ എനിക്ക് ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കും, മോളെ മഹാലക്ഷ്മിയിലെ സാരിയാണ്, അപ്പോൾ അമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ പോകണം എന്ന് പറയും. അപ്പം നമ്മൾ കൊച്ചിയിലാണ്. അപ്പോൾ കൊച്ചിയിലില്ല, നമുക്കിവിടെ തിരുവല്ല ഏറ്റുമാനൂരൊക്കെയാണ് ഉള്ളത്. സോ ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് നിയർ ബൈ നമുക്ക് ഏറ്റുമാനൂരായതുകൊണ്ട് നമ്മൾ ഏറ്റുമാനൂർ മഹാലക്ഷ്മി സിൽക്സിൽ പോവാണ്. കുമാരിക്ക് സാരി നോക്കാൻ. എന്നിട്ട് ഇത് രാവിലെ ഇട്ടിട്ട് കൊറേ സാരിയുടെ മഹാലക്ഷ്മി സിൽക്സിന് സോനു ഞാൻ 4 മിനിറ്റ് വന്നിരുന്നുണ്ടല്ലോ. അമ്മ ഇവിടെ ഇരിക്കുന്ന ഞാൻ ഓപ്പോസിറ്റ്, ഞാൻ ഉറക്കത്തിൽ നിന്നിട്ട് ഞാൻ കുറച്ച് എഡിറ്റിങ്ങിലിരിക്കാം. അപ്പൊ അമ്മ എൻ്റെ അടുത്ത് വന്നിട്ട് മഹാലക്ഷ്മി സിൽക്സിന്റെ കുറെ വീഡിയോസ് കാണിച്ചിട്ട് മോളെ ഈ സാരി കൊള്ളാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ അമ്മ ഇപ്പൊ ഒന്ന് നോക്കണ്ട, ഇപ്പൊ കുറച്ച് ടൈറ്റ്, നമുക്ക് പിന്നെ നോക്കാം. അപ്പൊ പറഞ്ഞ ശരി. എന്നിട്ട് വീണ്ടും എടുത്ത് ഇങ്ങനെ കാണിക്കാം. അപ്പൊ ഞാൻ എടുത്ത അമ്മ നിർത്തി, ഇപ്പൊ ഫണ്ടില്ല, ഇപ്പൊ വെറുതെ നോക്കുന്ന എന്തിനാ, ഇപ്പൊ എനിക്ക് ചിറ്റയ്ക്ക് മേടിച്ചു തരാൻ പറ്റത്തില്ല, അപ്പൊ പിന്നെ നോക്കാന്നൊക്കെ പറഞ്ഞു. അപ്പോഴും ഞാൻ മനസ്സിൽ ചിരിക്കുക, കൊച്ചു കള്ളി അറിയത്തില്ലല്ലോ മഹാലക്ഷ്മി പോകാൻ വേണ്ടിയിട്ടാ ഞാൻ വിളിച്ചു വരുത്തിയെന്ന്. അപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു മഹാലക്ഷ്മിയുടെ പോകുന്ന വഴിക്ക് എൻ്റെ ഫ്രണ്ടിലെത്തി ഞെട്ടിക്കാന്ന് ഞാൻ വിചാരിച്ചത്. പിന്നെ ആലോചിച്ച് എന്തായാലും ഒരു ട്രിപ്പ് മോഡലാണ് നമ്മൾ ഇവിടുന്ന് പോകുന്നത് എല്ലാവരുമായിട്ടും. സോ ഞാൻ ആലോചിച്ച് മഹാലക്ഷ്മി പോകുന്ന പുള്ളിക്കാരി കാറിൽ നിന്നങ്ങ് സന്തോഷം കിട്ടുന്നു.
ശരിയാ കൊറോണ കരയുന്നില്ലേ? ഞാൻ തള്ളി മാറ്റി. ഞാൻ വെച്ച് കരയാൻ വേണ്ടിട്ട് ഇങ്ങനെ മുടി എന്റെ കൈ മുടിയിലൊക്കെ കുടിക്കും. അപ്പൊ നമുക്ക് പോകുന്ന വഴിക്കുള്ള വിശേഷം കാണാം. മോനൂസ് ഇന്നലെ എൻ്റെ അടുത്ത് രാത്രി ചോദിക്കുന്നു, ചിറ്റയ്ക്ക് എന്താ ഏറ്റുമാനൂര്? ഞാൻ പറഞ്ഞു ചിറ്റയ്ക്ക് ഒരു മീറ്റിംഗ് ഉണ്ട്. മീറ്റിങ്ങിന് പോകാൻ നമ്മൾ ഇത്ര കുടുംബക്കാരായിട്ട് പോകണം, കാരണം 5 പേരും കൂടെ. അപ്പോഴേ ഒന്നും മിണ്ടില്ല. ഞാൻ പറഞ്ഞ കുഴപ്പമില്ല, എന്നാ പിന്നെ നിങ്ങൾ ഇവിടെ ഇരുന്നോ, ഞാൻ അമ്മയും കൂടെ പോയിക്കോളാം എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അവനും ഇതുവരെയായിട്ട് അറിയില്ല നമ്മള് മഹാലക്ഷ്മി പോവാന്ന്. അവനിപ്പോ കാറിലിരിക്കുകയാണ്. സോ വി ആർ ഗെറ്റിംഗ് ലേറ്റ്. ഇപ്പം തന്നെ 12:30 ആയിട്ടുണ്ട്. പെട്ടെന്ന് പാരഗണിൽ പോയി കഴിക്കുന്നത്. വർക്കിംഗ് ഡേ ആയതുകൊണ്ട് വല്ല ക്യൂ ഒന്നും കാണത്തില്ലെന്ന് പ്രതീക്ഷിക്കുന്നു പാരഗണിൽ. അപ്പോൾ പോകുന്ന വഴിക്ക് വിശേഷം കാണാം കേട്ടോ. ഈ ബാഗ് അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. സോ അമ്മയ്ക്ക് വേണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അമ്മയ്ക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഈ ബാഗ് നല്ല ബാഗല്ലേ ഷോന? വാൻ ഹുസൈൻ്റെ. എനിക്ക് ഭയങ്കര ഇഷ്ടം. എൻ്റെ മെയിൻ ഹൈലൈറ്റ് തന്നെ ലൈക്ക് റിബൺ ആണ്. കൊള്ളാല്ലേ? നല്ല ആംഗിള്. എന്തിനാ ഞാനിപ്പോ ഈ ഷോട്ട് എടുക്കുന്നതെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. മോനൂസ് നമ്മൾ നേരത്തെ കണ്ടില്ലായിരുന്നു. അവൻ നേരത്തെ കാറിൽ വന്നു. മോനൂസിന്റെ ഹെയർ സ്റ്റൈൽ എങ്ങനെയുണ്ട്? അല്ല മോനൂസേ, എന്താ മോനൂസേ സങ്കടം ഇട്ടിക്കുന്ന? മോനൂസ് അറിഞ്ഞില്ല മഹാലക്ഷ്മിയെ പോകുന്നത്. അത് കേട്ടപ്പോ അവന്റെ ബൾബ് ഓഫ് ആയി തോന്നുന്നു. എന്നിട്ടാടാ ഇന്നലെ നീ ഉറങ്ങിയില്ലേ? 11 മണി വരെ അവൻ ഉറങ്ങി. എന്നിട്ട് പറയാം അവന് ഉറക്കം വരുന്നില്ല. ഉറക്കം ശരിയായില്ല. അമ്മ എന്താ അമ്മയ്ക്ക് വേണ്ടേ? അമ്മയ്ക്ക് എന്താ വേണ്ടേ? ബിരിയാണി മതിയോ? ഓക്കെ. ചിക്കൻ ബിരിയാണി മട്ടണോ? ചിക്കൻ മതി. കൊള്ളാം ചേട്ടാ, ഇഷ്ടമായോ? ഇഷ്ടപ്പെട്ടോ മോനു? അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെട്ടു. അമ്മ ഉദ്ദേശിക്കുന്ന പിങ്ക് ആണെങ്കിൽ എടുത്ത്, ബേബി പിങ്ക് ആണെങ്കിൽ എടുത്താൽ മതി. അല്ലെങ്കിൽ വേറെ ഓപ്ഷൻസ് നോക്കാം. ആമാ ലൂഡോ കളിക്കുന്നോ? മോനസിന് ബാഗി ജീൻസ് നോക്കണ്ടേ? അതുള്ള അതെനിക്ക് ഭയങ്കര നല്ല ഷെയ്ഡ്. പക്ഷെ എനിക്ക് സാരി ഉടുക്കാൻ അറിയത്തില്ല. അതാണ് എൻ്റെ ഇപ്പോഴത്തെ സങ്കടം. ഞാൻ സാരി ഉടുക്കാൻ പഠിക്കും. ഇതിൽ റെഡി ടു വെയർ സാരി ഉണ്ടെന്ന് പറയുന്നത്. ഉണ്ടെന്ന് പറയുന്നു. നോക്കല്ലേ ഇച്ച? നോക്കട്ടെ എൻ്റെ റെഡി ടു വെയർ. മേടിച്ച ഒരു ദിവസം ചെയ്യണത്തുള്ളൂ. അതാണ് പ്രശ്നം. അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കാൻ ഞാൻ ചുരിദാർ ഞാൻ സാരി നല്ലടാ. സ്ലീവ്ലെസ് ബ്ലാക്ക് ചേരുല്ലേ? ഷെയ്ഡ് ഇഷ്ടമായിരുന്നോ? നല്ല ഷെയ്ഡ്. ഇതിന്റെ ബ്ലാക്ക് നോക്കണം മോനസേ. അത് ഈ ഷെയ്ഡ് മതി. ഇത് എല്ലാ ഡ്രസ്സിലൂടെ പോകില്ല. ബ്ലാക്ക് ആൻഡ് വൈറ്റിലൂടെ മാത്രമേ പോകുള്ളൂ. വേസ്റ്റ് ലൂസ് വേസ്റ്റ് ലൂസ് ആണോ?
നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ മഹാലക്ഷ്മി എങ്ങനെ ഉണ്ടാകും? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ഞാൻ വിചാരിക്കുന്ന കൂടെ അത്ര സാരി കിട്ടി. അമ്മ എന്തൊക്കെയോ പ്രതീക്ഷ വന്ന, പക്ഷെ അമ്മ കളക്ഷൻസ് ഒക്കെ ഉണ്ട്, പക്ഷെ അമ്മ ഉദ്ദേശിച്ചിൻ്റെ അത്രയൊന്നും അമ്മ ഉദ്ദേശിച്ച ഒരു ഇതുണ്ടായിരുന്നു, പക്ഷെ ആ ഒരു റേഞ്ചിൽ അമ്മയ്ക്ക് കിട്ടിയിട്ടുണ്ടില്ല. അതിൻ്റെ ഒരു സങ്കടമുണ്ട്. പക്ഷെ എന്നാലും സാരി മേടിച്ചു. പിന്നെ മോനും സോനുവിനും കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി വിശേഷം ഞാൻ കാറിൽ കയറിയിട്ട് പറയാം. ഓക്കെ? നല്ല മഴ, നല്ല മഴ. താങ്ക് യു ബേബി. ഇവിടെ അടി കാറ് കയറിക്കണ അടിയാണ്. സൈഡിൽ ആർക്കിരിക്കണം ചോദിച്ചോണ്ട് എന്നെ എപ്പോഴും നടുക്കേ ഇരുത്തത്തോളൂ. അങ്ങനെ നമ്മൾ സാരി മേടിച്ചോ. പിന്നെ പിള്ളേർക്ക് വേണ്ടതൊക്കെ വാങ്ങി. മോനൂസ് ആണെങ്കിൽ കുറേ നാളായിട്ട് സൂപ്പർ ബാഗി ജീൻസ് വേണമെന്ന് പറഞ്ഞാൽ കുറേ അന്വേഷിച്ചു. ഇന്നലെ നമ്മൾ പോയി വെസ്റ്റ് സൈഡിൽ എല്ലായിടത്തും ലുലുവിലും എല്ലായിടത്തും നോക്കി ഓൾമോസ്റ്റ്, പക്ഷേ സൂപ്പർ ബാഗ് എങ്ങനെ കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇന്ന് അമ്മയ്ക്ക് സാരി എയിം ചെയ്ത് വന്നത്, പക്ഷെ മോനൂസിന് കോളായിരുന്നു. അല്ല മോനൂസേ? അങ്ങനെ സോനുവിനും എടുത്തു, അമ്മയ്ക്ക് സാരി എടുത്തു കേട്ടോ. പിന്നെ വേറെ എന്തോ കൂടി പറയാൻ വന്നയാ. ഇനിന്ന് പറയുന്ന അത് ഞാൻ പിടിച്ചോളാം ഇച്ച എന്താ 5:15. ഇനിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരെ സ്റ്റേഷനിലോട്ട്. ഇവർക്ക് എന്തെങ്കിലും കഴിക്കാൻ എന്തെങ്കിലും മേടിക്കും. ഇവിടെ എന്തെങ്കിലും അജ്മാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും മേടിക്കായിരുന്നു, അല്ലെങ്കിൽ ഇവിടുത്തെ നല്ല ബേക്കറി ഏതാണെന്നറിയില്ലല്ലോ. അപ്പോൾ അമ്മയും സോനും സിബൽ ചേട്ടാ യെസ് അമ്മയും സോനും നാട്ടിൽ പോവാണ്. കാരണം സോനുന് നാളെ തൊട്ട് സ്കൂളിൽ പോകണം, അപ്പോൾ ലീവ് എടുക്കാൻ പറ്റത്തില്ല. സോനു നാട്ടിൽ പോവാണ്. മോനൂസ് എൻ്റെ കൂടെ ഒരു 1 വീക്ക് ഉണ്ട്. യെസ്. അപ്പോൾ ഇനി മോനൂസ് നമ്മൾ പൊളിക്കുമല്ലേ? ഓണത്തിന് ഞാൻ പൊളിക്കുന്നു. സോനുവിന് സങ്കടമുണ്ട്, വിഷമിക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഏറ്റുമാനൂരാട്ടോ വന്നത്. അപ്പോൾ ഇവരിനി കൊച്ചിയിൽ വന്നിട്ട് അവിടെ നിന്ന് കൊല്ലത്ത് വരുന്ന കുറച്ചുകൂടെ ലോങ് ആണ്. സോ ഇവിടുന്ന് ട്രെയിനിൽ വിടാം എന്ന് വിചാരിച്ചു. അപ്പോൾ 6:15 ട്രെയിൻ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും നമുക്ക് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാൻ പറ്റുമെങ്കിൽ കഴിച്ചിട്ട് ഇവരെ സ്റ്റേഷനിൽ കൊണ്ടാക്കാം. ഓക്കെ? വിഷമമുണ്ടോ? ശരിക്കും നല്ല മഴ. ക്ലാസ് ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ഇവിടെ ഹാപ്പി ആയോ സാരി എടുത്തതിൻ്റെ? ഹാപ്പി അതറിഞ്ഞാൽ മതി. ഇനി മഹാലക്ഷ്മി എന്ന് പറയോ? വീഡിയോ ചുമ്മാ ഒരു ടൈം പാസ്. ട്രെയിൻ ലേറ്റ് ആണ്, 45 മിനിറ്റ്സ്. അപ്പോൾ നമുക്ക് വാഷ്റൂമിൽ പോകണമായിരുന്നു. ഏറ്റുമാനൂരിലെ റെയിൽവേ സ്റ്റേഷനിലെ വാഷ്റൂം അടുക്കാൻ പറ്റത്തില്ല, അത്രയും നല്ല ബാത്റൂം. സോ ട്രെയിൻ ലേറ്റ് ആയപ്പോൾ നമ്മൾ ആലോചിച്ചു വേറെ എവിടെയെങ്കിലും നമുക്ക് നല്ല വാഷ്റൂം അവൈലബിൾ ആണ് നോക്കാം. എന്തവസ്ഥയാണ് അല്ലേ? നമ്മളിങ്ങനെ സ്റ്റേഷനിലൊക്കെ വന്നിട്ട് ഇത്ര നേരമൊക്കെ ഒന്നാമത് ട്രെയിൻ ലേറ്റ്, 45 മിനിറ്റ്സ് 1 hour ലേറ്റ്. എന്നിട്ട് നമുക്ക് വാഷ്റൂമിൽ പോകാനാണ് നല്ല ഹൈജീൻ ആയിട്ടുള്ള വാഷ്റൂം ഇല്ലേ? എന്തൊക്കെയാണോ ഇത്? എനിക്കാണെങ്കിൽ എന്തൊക്കെ പറയണമെന്ന് എനിക്കറിയാൻ വയ്യ. ശരി, നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് എവിടെയാണോ സോനു വാഷ്റൂമിന് പോകാൻ? പെട്രോൾ പമ്പ്. കുമാരിമ്മ വരും പറയാം. എക്സ്പ്രഷൻ കണ്ട് പോണോ വേണ്ടായോ? അതെ, എനിക്കും പോകാൻ ടെൻഡൻസി ഉണ്ട്. മോനസ് റീൽസ് ഓൺ ചെയ്ത സത്യമായിട്ടും ഇത് എന്തുവാന്ന് എനിക്കറിയത്തില്ല. ഇത് നമ്മുടെ നാട് നന്നാവില്ല ഗൈസ്, സീരിയസ്ലി. ഞാൻ മാത്രമല്ല, ഇതിങ്ങനെ പോലെ എത്രയോ ആൾക്കാർ ഇതിനെപ്പറ്റി റിയാക്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. എല്ലാവരും പറയും ആരെങ്കിലും ഒരാൾ സംസാരിച്ച നാട് നന്നാവുന്നു, ഒരാൾ വിചാരിച്ച നാട് നന്നാവുന്നു. തേങ്ങയാ, നന്നാവത്തില്ല. നമ്മളൊന്നും വിചാരിച്ച നാട് നന്നാവത്തില്ല. പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ മാക്സിമം നമ്മൾ പോകുമ്പോൾ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ നമ്മൾ ക്ലീനാക്കി വെക്കുക എന്നേ ഉള്ളൂ. അല്ല മറ്റാൾ ക്ലീനാക്കി വെക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു തേങ്ങയും ചെയ്യരുത്. നമ്മൾ ഇതേപോലെ വാഷ്റൂമിൽ പോകുമ്പോൾ ഫ്ലഷ് ചെയ്യുക, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. അല്ലാണ്ട് ബാക്കിയുള്ളവർ നന്നാക്കുന്ന കാര്യം ചിന്തിക്കണ്ട.
എനിക്ക് ഇത്രയും പറയാം. എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് എനിക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്, ദേഷ്യം. അപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയും, ഞാൻ അടങ്ങിയിരിക്കത്തില്ല. എൻ്റെ അതേ ആണ് ദൈവൻ. പക്ഷെ ഇവൻ ഭയങ്കര സൈലൻ്റ് ആണ്, അവൻ അങ്ങനെ ഒന്നുമില്ല. അതായത് ഓക്കെ വൃത്തിയില്ല, ഓക്കെ ഫൈൻ എന്ന് പറയും. അമ്മ ദേ ഇറങ്ങി വരുന്നത് നമ്മുടെ റിയാക്ഷൻ നോക്കാം. എക്സ്പ്രഷൻ എന്താ കൊള്ളാവോ? ഞാൻ അപ്പഴേ പറഞ്ഞു ഇല്ലേ അമ്മ തുപ്പിയത് എന്തിനാ? അല്ലല്ല, ഞാൻ അത് മറ്റേ ഓർത്തട്ടോ സൂപ്പർ ആണല്ലേ. അപ്പം ഞാനും പോയിട്ട് വരാം. അപ്പൊ ഞാനാ നീ ഞാൻ സെപ്പറേറ്റ് മാറി. ഞാൻ പോയിട്ട് വരാം. ഞാൻ വാഷ്റൂമിൽ പോയി, അടിപൊളി. ഓക്കെ, ഞാൻ വാഷ്റൂമിൽ പോയി, ഞാനും പോയി, സോനും പോയി. നല്ല ക്ലീൻ ആയിരുന്നു വാഷ്റൂം. താങ്ക് യു നയാര, താങ്ക് യു സോ മച്ച്. നല്ല ക്ലീൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈജീൻ ആയിരുന്നു കേട്ടോ, പറയാതിരിക്കും. ഹോട്ടലിനെ പോലെ നല്ല ഹൈജീൻ ആയിരുന്നു, നല്ല ക്ലീൻ ആയിരുന്നു, പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ പറയാം, നിങ്ങൾ ആരെങ്കിലും ഏറ്റുമാനൂർ ഒരു റെയിൽവേ സ്റ്റേഷനിൽ പോവുകയാണെങ്കിൽ ഞാൻ പറയും, റെയിൽവേ സ്റ്റേഷനിൽ പോവല്ലേ മക്കളെ, നിങ്ങൾ നിയർ ബൈ നയാരയുടെ പമ്പ് ഉണ്ട്, പറ്റുവാണെങ്കിൽ നിങ്ങൾ അവിടെ പോകും. താങ്ക് യു നയാര, എനിക്കതേ പറയാനുള്ളൂ. താങ്ക് യു സോ മച്ച്. ട്രെയിൻ ഒരു 1.5 hours ലേറ്റ് ആയിരുന്നു കേട്ടോ. ഏറ്റുമാനൂരിൽ നിന്ന് കടനാഗപ്പള്ളി പോകുമ്പോൾ 1 മണിക്കൂറേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അവിടെ തന്നെ സ്റ്റേഷൻ നോക്കിയത്. അല്ലെന്നുണ്ടെങ്കിൽ കൊച്ചിയിൽ നിന്ന് പോകുമ്പോൾ എങ്ങനെ വല്ല ഒരു 3 മണിക്കൂറോളം ട്രാവലിംഗ് ഉണ്ടാവും. അപ്പോൾ എത്രത്തോളം അമ്മയ്ക്ക് നേരത്തെ എത്തുകയാണെങ്കിൽ നല്ലതാണ്. ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, കാരണം അമ്മയ്ക്ക് രാവിലെ എണീക്കണം. രാവിലെ അമ്മ 5 മണിക്കൊക്കെ എണീറ്റ് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടാണ് പിള്ളേരെ സ്കൂളിൽ വിടുന്നത്. അപ്പോൾ എനിക്ക് നിർബന്ധമായിരുന്നു അമ്മ നേരത്തെ എത്തണം. ഒരു 7 മണി 8 മണിയാകുമ്പോൾ അമ്മ വീട്ടിലെത്തിയിട്ട് അമ്മയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങണം, റിലാക്സ് ആയിട്ട് രാവിലെ എഴുന്നേക്കണമെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു. അതുകൊണ്ട് തന്നെ കേട്ടോ നമ്മൾ ഇങ്ങനെ ഏറ്റുമാനൂരിൽ നിന്ന് പ്ലാൻ ആക്കിയത്. എന്നിട്ട് കുറേ നേരം സ്റ്റേഷനിൽ നമ്മൾ ചില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല മഴയായിരുന്നു. ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എൻ്റെ സൗണ്ട് അടഞ്ഞിരിക്കുകയാണ്, കാരണം ഈ മഴ നനഞ്ഞിട്ട് എനിക്ക് അത്യാവശ്യം നല്ല പനിയായിരുന്നു. ഇപ്പം എൻ്റെ ഓൾറെഡി എൻ്റെ സൗണ്ട് അടഞ്ഞിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ സേഫായിട്ട് അമ്മയും സോനുവിനെയും വീട്ടിൽ ട്രെയിൻ കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ സേഫായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ 3 ദിവസം ഒരാഴ്ച എൻ്റെ കൂടെ നിൽക്കുന്നതിൻ്റെ കുറച്ച് എനിക്ക് വീഡിയോസൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഹെൽത്ത് അത്രയും ഇതായിരുന്നില്ല, ഓക്കെ ആയിരുന്നില്ല. അതുകൊണ്ട് ഞാൻ വെറുതെ സ്ട്രെയിൻ ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ എന്തായാലും നമ്മളിനി ഉടനെ തന്നെ നമ്മൾ നാട്ടിൽ പോകുന്നുണ്ട് കേട്ടോ. നാട്ടിൽ പോകുമ്പോൾ ഞാൻ പറ്റുവാണെങ്കിൽ ഓക്കെ ആകുമ്പോഴത്തേക്ക് ആ ഒരു വ്ളോഗുമായിട്ട് ഞാൻ വരാം. ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അമ്മയും പിള്ളേരും കാണാൻ ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ വിളിച്ചതാണ്. ആ കൂട്ടത്തിൽ ഒരു കല്യാണം വരുന്നതുകൊണ്ട് അമ്മയ്ക്ക് കുറേ ആയിട്ട് പറയുന്നു മഹാലക്ഷ്മി പോകണം, സാരി എടുക്കണമെന്ന്. അപ്പോൾ പിന്നെ എന്നാൽ പിന്നെ അമ്മയുടെ ആഗ്രഹം പോലെ ഈ ഒരു കല്യാണത്തിന് ഞാൻ മഹാലക്ഷ്മിയിൽ നിന്ന് ഡ്രസ്സ് എടുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് മെയിനായിട്ട് ഞാൻ അമ്മയും പിള്ളേരും വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ നല്ല മിസ്സിങ് ആയിരുന്നു. എന്തായാലും അമ്മയും പിള്ളേരും വന്നപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിച്ചു. എന്നാലും അത് മാത്രമേ ഉണ്ടായിരുന്നു. ആ ഒരു ഹാപ്പി ആയിട്ടുള്ള കുറച്ച് മൊമെൻറ്റ്സ് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.